മാഹിയെ ഇളക്കിമറിച്ച് NDA സ്ഥാനാർത്ഥി A. ദിനേശൻ. മണ്ഡലത്തിന്റെ വികസനങ്ങൾ താൻ വിജയിച്ചാൽ കഴിഞ്ഞ MLA നടത്തിയ പോലെ ആകില്ലെന്നും പറഞ്ഞു. മാഹിയുടെ പല കോണുകളിലും സ്ഥാനാർത്ഥിക്ക് ഇതുവരെ ലഭിക്കാത്ത ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് പര്യടനം ആരംഭിക്കും. ചാലക്കര ഹരിതം സൂപ്പർമാർക്കറ്റ് പരിസരത്ത് നിന്ന് പര്യടനം ആരംഭിച്ച് പൊന്തയാട്ട് ഭാഗങ്ങളിൽ കൂടി മൈദ കമ്പനി പരിസരം, വരപ്രത്ത് ക്ഷേത്ര പരിസരം തുടങ്ങിയ പ്രദേശങ്ങളിലെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. തുടർന്ന് ചെമ്പ്ര ആശാരിക്കാവിലെ ക്ഷേത്ര മഹോത്സവത്തിൽ സന്ദർശനം നടത്തിയതിനു ശേഷം മാഹി വളവിൽ കടപ്പുറത്ത് ഭവന സന്ദർശനം നടത്തി. ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുത്തേക്കണമെന്ന് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരായ ദിനേശൻ നാമനിർദ്ദേശ പരിസരങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം മയ്യയുടെ രാഷ്ട്രീയ ഭൂമികയിൽ ചരിത്രത്തിലില്ലാത്ത, സമാനതകളില്ലാത്ത വികസനം നടപ്പിലാക്കിയ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭരണ തുടർച്ചയ്ക്ക് മയ്യയുടെ എല്ലാവരുടെയും അനുഗ്രഹ ആശംസകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നിങ്ങൾ വിലയേറെ ഓരോ വോട്ടവകാശവും താമര അടയാളത്തിൽ രേഖപ്പെടുത്തണമെന്ന് വിനയ പരിസരം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അങ്ങനെ കാര്യമില്ലല്ലോ. മാഹിക്ക് മാറ്റം വേണം. ഇത് സാധാരണക്കാരന്റെ അതിജീവനത്തിനായുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്ന് സ്ഥാനാർത്ഥി. മയ്യഴിപ്പുഴയുടെ തീരത്ത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ആരവമുയരുമ്പോൾ പതിവ് പോലെ ചിരിച്ച മുഖവുമായി രാഷ്ട്രീയ പാർട്ടികൾ പടിവാതിക്കൽ എത്തുന്നുണ്ട്. ഓരോ മയ്യഴിക്കാരനും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ട് ഈ മാറ്റം അനിവാര്യം. മാഹിയിലെ സാധാരണക്കാരായ മനുഷ്യരുടെ കണ്ണുനീർ കാണാൻ കഴിയുന്ന, അവരുടെ ബുദ്ധിമുട്ടുകൾ തൊട്ടറിയുന്ന ഒരാളെയാണ് നാട്ടുകാർക്ക് ആവശ്യം. ജനപക്ഷത്ത് നിന്ന് തീരുമാനങ്ങൾ എടുക്കാൻ കെൽപ്പുള്ള ഒരു നേതൃത്വം മാഹിക്ക് വേണം. കേവലം വാഗ്ദാനങ്ങളല്ല, മറിച്ച് താഴെത്തട്ടിലുള്ള മനുഷ്യർക്ക് ഉപകരിക്കുന്ന കർമ്മ പദ്ധതികളാണ് നമുക്ക് വേണ്ടത്. മാഹി ജയിക്കാൻ ഇനി BJP. ഇനി ഒരു പരീക്ഷണത്തിന് മാഹിക്ക് സമയമില്ല. ഒരു പിടി നന്മകളുമായി സാധാരണക്കാരന്റെ ശബ്ദമായി മാറാൻ BJPക്ക് സാധിക്കുമെന്ന വിശ്വാസം മയ്യഴിയിൽ ശക്തമാവുകയാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.